ഫുഡ്യൂബിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വലിയ നോയമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാളെ പ്രത്യാശയുടെ ദിവസമായ ഈസ്റ്ററാണ്. ഈസ്റ്ററിൻ്റെ ദിവസം നമ്മളുടെ വീടുകളിൽ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻ മോലിയാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാളാഞ്ചി മീനാണ് ഉപയോഗിക്കുന്നത്. കാളാഞ്ചി മീൻ മോലി ഈസ് എ സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ നാട്യങ്ങൾ ഏതുമില്ലാതെ നേരെ നാട്ടുരുചിയിലേക്ക്. 1/2 കിലോ കാളാഞ്ചി മീനാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലായിട്ട്. മഞ്ഞൾപ്പൊടി ചെയ്തതിന് ശേഷം നമുക്ക് എന്തിനും പോകുന്ന ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇതിനോടൊപ്പം അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നു. വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ അല്പം വെളിച്ചെണ്ണയും ചേർത്താണ് ഈ ഫിഷ് മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾക്കത് റെഫ്രിജറേറ്ററിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത്രയും ചേരുവകൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കുവാൻ വേണ്ടി നമുക്ക് ഒരു അരമണിക്കൂർ സൂക്ഷിക്കാം. അത് പുറത്ത് വയ്ക്കേണ്ട, ഈ ചൂട് കാലത്ത് അപകടമാണ്. നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു ഫ്രൈയിങ് പാന് ചൂടാക്കി അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇത് നമുക്ക് ഫിഷ് ഒന്ന് പാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടിയാണ്. കാരണം പ്രത്യേകിച്ച് ഇത് കാളാഞ്ചി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷുള്ളൊരു മീനാണ്. ഏറ്റവും രുചികരമായൊരു മീനാണ് കാളാഞ്ചി. നെയ്മീനൊക്കെ മാറി നിൽക്കും. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാളാഞ്ചി പാനിലേക്കിട്ട് 2 പുറവും ഒന്ന് പാൻ ഫ്രൈ എടുക്കുന്നു. ഒരുപാട് കുക്കാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. 2 സൈഡും ഒന്ന് തീരായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ടത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. മറ്റു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇത്തിരി ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി മുതലായവയാണ്. അതൊരു 10 ഗ്രാം ഇഞ്ചിയും ഒരു 15 ഗ്രാം വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയുമാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റുക. അതിനുശേഷം ഒരു 1/2 കപ്പ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. നീളത്തിരിഞ്ഞോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുക. അതിനകത്ത് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് അറിയാം, ഫിഷ് മോളി എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് മുതലേ, നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ രുചികരമായ ഇതിൻ്റെ അനുഭവമുള്ളൊരു ഡിഷാണ്. ഒരു 3-4 ഗ്രീൻ ചില്ലി പച്ചമുളക് കീറിയതിന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ മറ്റ് മുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. സ്പൈസിന് വേണ്ടി, എരിവിന് വേണ്ടി ഈ പച്ചമുളകിൽ തന്നെയാണ് ഇതിൻ്റെ സ്പൈസ് ഉള്ളത്. അപ്പോൾ ഇത്രയും ചേരുവകൾ ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റുന്നു. ഒരുപാട് ഇത് കളർ ബ്രൗൺ ആവാൻ നോക്കണ്ട. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി ഒരു ലൈറ്റ് അതിൻ്റെ പച്ചപ്പ് മാറിയാൽ മാത്രം മതിയാകും. ഒരു തക്കാളിക്ക ചതുരത്തിൽ മുറിച്ചത് അല്ലെങ്കിൽ ഡൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതും തക്കാളിക്കയും ഒരുപാട് വേവേണ്ട കാര്യമൊന്നുമില്ല. മറ്റ് മസാലകളിലുമൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ഇത് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്തൊരു മസാല കൂട്ടായിട്ട് ചേർക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു. ഈ ചേരുവകളെല്ലാം ഒന്ന് വാടുവാൻ വേണ്ടി. എന്തിനും പോകുന്ന ഉപ്പ് ഗ്രേവിയിലേക്ക് ചേർക്കുന്നു. നമ്മൾ ഫിഷിൽ ആൾറെഡി ചേർത്തിട്ടുണ്ടെന്ന് സൂക്ഷിക്കുക. ഇതെല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാളാഞ്ചി മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം 1 കപ്പ് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കും. 2-ാം പാലെന്ന് പറയുമ്പോൾ തിന്നായിട്ടുള്ള മിൽക്കാണ്. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് മീൻ തിളപ്പിക്കുക. ആക്ച്വലി ഈ തേങ്ങാപ്പാലിലാണ് മീൻ മോലിയൊക്കെ കുക്ക് ചെയ്യുന്നത്. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു തനതായ രുചിയും മധുരവും ഫ്ലേവറുമൊക്കെ തന്നെയാണ് ഈ മീൻ മോലിയുടെ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ വീടുകളിൽ പണ്ടൊക്കെ വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് ഈ ഫിഷ് മോളി എന്നൊക്കെ കേട്ടിട്ട് പോലുള്ളത്. കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ വിശേഷമായ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ സമയത്തൊക്കെ മാത്രമാണ്. ഒരു 10 മില്ലി വിനെഗർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പുളി ആവശ്യമുള്ളവർക്ക് അല്പം പുളിയുടെ നീര് ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഇതിനകത്ത് വിനെഗറാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് മീനൊക്കെ ഒരുവിധം കുക്കായി കഴിഞ്ഞാൽ നമുക്കൊരു 1/4 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട്, അതായത് കുറുകിയ കോക്കനട്ട് മിൽക്കിലെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുത്താലും നമുക്കറിയാം ഒരുപാട് ആ ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ മാറിപ്പോവും. അപ്പോൾ
ഒരു 1/4 കപ്പ് തിക്ക് കോക്കനട്ട്, അതായത് 1-ാം പാൽ ചേർത്ത്, നല്ല കുറുകിയ 1-ാം പാൽ ചേർത്ത്. പിന്നെ നമുക്ക് കാര്യമായിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല, ചെറിയൊരു തിള കൊടുത്താൽ മാത്രം മതിയാകും. നമ്മുടെ മീൻ മോലി, കാളാഞ്ചി മോലി, ഈസ്റ്ററിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാളാഞ്ചി മോലിയാണ് ഏകദേശം എടുത്ത് റെഡിയാക്കുന്നത്. നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ, നമുക്ക് സാധാരണ കടുക് വറുക്കാറില്ല ഈ ഒരു ഫിഷ് മോളിയിൽ. പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഒരു മണവും ഗുണവുമൊക്കെ ഈ കറിക്ക് പ്രത്യേകമായിട്ട് ഈ അവസാന നിമിഷം ചേർക്കുന്നതുകൊണ്ട് എളുപ്പമായിരിക്കും. ഒരു തക്കാളിക്ക വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും ഓവറായിട്ട് കുക്കാവാൻ ശ്രമിക്കേണ്ട. അങ്ങനെ രുചികരമായ ഒരു കാളാഞ്ചി മീൻ മോലിയാണ് ഈ ഈസ്റ്ററിന് ഇവിടെ തയ്യാറായിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, നമ്മുടെ കൈയെത്തുന്ന ദൂരത്തുള്ള ചേരുവകൾ കൊണ്ട്, നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും സുലഭമായി കിട്ടുന്ന കാളാഞ്ചി മീനും കൊണ്ട് തയ്യാറാക്കാവുന്ന ഏറ്റവും രുചികരമായ മീനുകളൊന്നായ കാളാഞ്ചി കൊണ്ട് തയ്യാറാക്കാവുന്ന മീൻമൂലിയാണ് ഈ ഈസ്റ്ററിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഇത് പുതുമയുള്ള റെസിപ്പി ഒന്നുമല്ല, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതും കേട്ടുള്ളത്. പക്ഷേ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. ഏവർക്കും ഇഷ്ടപ്പെടുന്നവരുന്നു, എല്ലാവർക്കും പ്രത്യാശയുടെ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. നന്ദി. ഫുഡ് ട്യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണും വരേക്കും ഷെഫ് സുജു ഫിലിപ്പ് സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.